ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം തൃശ്ശൂർ. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇന്നാണ് പണി എന്ന സിനിമ കണ്ടു തീർക്കുന്നത്. ഇന്നലെ തുടങ്ങിയതാണ്. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന പടമാണ്, അതിന്റെ റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത്. ബട്ട് ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. എനിക്ക് ഇപ്പോഴാണ് കാണാനുള്ള സമയം കിട്ടിയത്, അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് കണ്ടു തീർത്തത്. ഞാൻ ഇതിന്റെ കുറച്ച് റിവ്യൂ എന്ന രീതിയിൽ ആരോ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്ന റേപ്പ് എന്ന് പറയുന്നത് ദ റേപ്പിസ്റ്റിനെ കമ്പയർ ചെയ്ത് ആ റേപ്പ് ആ ഒരു രീതിയിൽ, അതായത് വിക്ടിമിന് അല്ലെങ്കിൽ സോ കോൾഡ് പ്രേക്ക് ആ ഒരു സിമ്പത്തി കൊടുക്കുന്ന രീതിയിൽ വേണം, അല്ലാതെ ബി ഗ്രേഡ് ലൈൻ മൂവീസ് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഉള്ള ഒരു സെന്റൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പടത്തിൽ മൊത്തം തൃശ്ശൂരിനെ അങ്ങ് അങ്ങ് എന്താ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ഗംഭീര ശ്രമമാണ്. ആക്ച്വലി ഇതിനെ സംബന്ധിച്ച് ചെറിയൊരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു, ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഏതോ ഒരു പയ്യനെ പിന്നെ ജോജു ജോർജ് വിളിച്ച് പിന്നെ എനിക്കറിയാൻ വയ്യ, പിന്നെ അവർ തമ്മിലുള്ള സംസാരം അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ദ തിങ് ഈസ്, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുക, ഒരു കാര്യം പറയാൻ വന്നു. നമ്മുടെ സീമ ചേച്ചി ലാസ്റ്റ് മറ്റവന്റെ കൈ പിടിച്ച് കാല് ചവിട്ടി ഓടിക്കുന്നത്, ആ സീനൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന ലൈനിലൊക്കെ ഉള്ള ഏതൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ അഭിപ്രായം പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് ജോജു ജോർജ് ഈ ചങ്ങാതിനെ വിളിച്ച് ഏതാണ്ട് ഥ്രെട്ടൻ ചെയ്ത രീതിയിലായിട്ടുള്ള ടോക്കൊക്കെ വന്നായിരുന്നു. ആക്ച്വലി ഈ ഒരു പോസ്റ്റ് മാത്രം കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ആ ടോക്കും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, ഓക്കെ, മേ ബി ദാറ്റ്സ് റൈറ്റ്. ജോജു ജോർജിന്റെ ലെവലൊക്കെ അങ്ങ് പോയി തുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് പടം കണ്ടു തീർത്തപ്പോഴാണ്, ലെറ്റ് മീ സേ, തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം പ്രാഞ്ചേട്ടന്മാരാണ്. പിന്നെ ഞങ്ങളെല്ലാം ഈ പറയുന്ന ഗിരിയാണ്. ഓക്കെ, അതായത് സിനിമയുടെ പേര് തന്നെ പണിയാണ്. കിട്ടിയ തിരിച്ചു കൊടുക്കും. പണിക്ക് മേലെ പണി കൊടുത്ത് അത് ആക്ച്വലി ഒരു ലൂപ്പാണ്. നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ടിട്ട് പണി തന്നു കഴിഞ്ഞാണ്ടല്ലോ, നമുക്കൊരു മനസ്സമാധാനം കിട്ടണവരെ തിരിച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അത് വാക്കായിക്കോട്ടെ പ്രവൃത്തി ആയിക്കോട്ടെ. നമ്മൾ ആരുടെയും ഇടയിൽ കയറിയിട്ട് ലൈഫിൽ കയറിയിട്ട് ഇന്റർഫിയർ ചെയ്യാനായിട്ട് എന്തായാലും പോവാറില്ല. ബേസിക്കലി നമ്മൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ഇങ്ങനെ ആ പൂരപ്പറമ്പിലിരിക്കുന്ന സമയത്ത് തേക്കിങ്ങാട് ഇരുന്നിട്ട് കുറെ ഇങ്ങനെ ലൈൻ ഇങ്ങനെ കുറെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും, ലോക കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ ഈ പറയുന്ന എന്താ പറയാ, ചെസ് കളിക്കുന്നുണ്ടായിരിക്കും, കൈനോട്ടക്കാരവിടെ ഇരിക്കുന്ന ചീട്ട് കളി പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ് മീ ടെൽ യു, സത്യത്തിൽ വേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, നല്ല ചൂടാണ്, നമ്മുടെ വീട്ടിൽ എ സി ഇല്ല. ഓക്കെ, അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് ഇത് വിയേർഡായിട്ട് തോന്നുമായിരിക്കും എൻ്റെ ഒരു വീഡിയോ കാണാം. ബട്ട് ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. ലെറ്റ് മീ ബി മൈ സെൽഫ്. ആൻഡ് വൺ മോർ തിങ്, പാട്ട് അടിപൊളിയാണ് കേട്ടോ. അതായത് പണിക്ക് മേലെ പണി കിട്ടി, അതിലെന്ത് ചെയ്യാനായിട്ട്, തിരിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റാണ്ട് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട്, ഏതാണ്ട് ജോജുവിന്റെ പണി എന്ന് പറയുന്നത് ഏതാണ്ട് ആംബുലൻസ് ഡ്രൈവറുടെ പണിയാണെന്നുള്ള ലൈനിലൊക്കെ ഉള്ള ഒരു പിന്നെ ലൈനൊക്കെ കണ്ടായിരുന്നു. പക്ഷേ കിട്ടിയ പണിക്കിട്ട് തിരിച്ചു കൊടുക്കാണ്ടുണ്ടല്ലോ, ഒന്ന് ചോദിക്കാണ്ട്, മുഖത്ത് ചോദിക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ളതാണ് ആ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത്. റേറ്റിംഗ് ഗൂഗിളിൽ ഞാൻ നോക്കിയപ്പോൾ ഓഡിയൻസിന്റെ റേറ്റിംഗ് 4.3 ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ വില്ലന്മാരങ്ങ് തകർത്തെന്ന് പറഞ്ഞാണ്ടല്ലോ, ഇമാതിരി ഊളകൾ ഇവിടെ ഉണ്ട് സത്യത്തില്. പിന്നെ വരുത്തന്മാരും ഉണ്ട്, ഇമാതിരി മനുഷ്യന്മാരായിട്ട് വട്ടം കറക്കണ രീതിയിൽ ആ ലേഡീനെ ആ സൂപ്പർ മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്ത രീതിയിൽ ഐ ഡു ഹാവ് ആൻ എക്സ്പീരിയൻസ് ലൈക്ക് ദാറ്റ്. അപ്പോ നമുക്ക് പറയാമല്ലോ, ആക്ച്വലി ഇത് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് വെച്ചാല്, ആ മൊത്തം എൻഡ് വരെ ഇവന്മാരെ കൈ കിട്ടണത് വരെയുള്ള ജോജുവിന്റെ ആ ഉള്ളിലത്തെ ആ ഒരു മാനസിക സംഘർഷം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, സോ കോൾഡ് ഇറിറ്റേഷൻ, അതൊന്നും തീർത്തില്ല വെച്ചാ ലൈഫ് ലോങ് ആര് എങ്ങനെ എന്താ പറയാ, പാസ്റ്റ് നമ്മൾ പുറകിലിട്ട് പോരണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ നടപടിയാവില്ല. നമുക്ക് തിരിച്ചു പണി കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ നടക്കില്ല. അപ്പൊ പടം കിണ്ണങ്കാജി പടമായുണ്ട്. എനിക്ക് അതിനകത്ത്
ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്ന ഒരേ ഒരു കാര്യം ലാസ്റ്റ് ഉണ്ടായ ആ ഒരു പൊട്ടിത്തെറി ഉണ്ടല്ലോ ഇവന്മാർ മൊത്തത്തില്. ഞാൻ വിചാരിച്ചത് ആക്ച്വലി കൊടുക്കുന്ന പണി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയാ, ഓരോ ഓരോ വിരലിൽ നിന്നും ഓരോ നഖത്തുനിന്ന് ഇങ്ങനെ കൈൻഡ് ഓഫ് എന്താ പറയാ, ഡെക്സ്റ്ററിന്റെ സീരീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ അമേരിക്കൻ സൈക്കോ അങ്ങനെയുള്ള മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ടോർച്ചർ ചെയ്ത് പണി കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് കയറി ഇടപെടാതെ നമ്മളെ അടുത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളെ ടോർച്ചർ ചെയ്യുന്ന സോ കോൾഡ്, എന്താ പറയാ, പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, അത് ബീറ്റ് സൗണ്ട് ഇട്ടിരിക്കാം ഞാൻ. ഓക്കെ, അപ്പോൾ ഐ റിയലി ലവ് ദ മൂവി ആൻഡ് ദാറ്റ് ഈസ് ജസ്, അത് ഞങ്ങൾ തന്നെയാണ്, തൃശ്ശൂർക്കാർ അങ്ങനെ തന്നെയാണ്. ഇതൊരു വയലൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വയലൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടോ. അതിനകത്ത് വേറൊരു സീൻ നിങ്ങൾ കണ്ടായിരുന്നോ, മറ്റേ പിന്നെ ജയരാജ് വാര്യർ ഗിരീനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സീനുള്ളത്, അങ്ങനെ ഒരു സീന് ഒതുക്കി കൊടുക്കാനുള്ള ആ ഒരു നമ്മുടെ ഗിരീൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? പക്ഷെ പടം അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് തൃശ്ശൂർക്കാരാണ് എന്നുള്ള, ഞങ്ങളിങ്ങനെയാണ് എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, സൈനിങ് ഓഫ് മലയാളി ഫ്രം തൃശ്ശൂർ. ബൈ ഫോർ നൗ.